السلام عليكم ورحمة الله وبركاته. الله أكبر 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 لا إله إلا الله والله أكبر الله أكبر ولله الحمد. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله أوصيكم ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അള്ളാഹുവിൻ്റെ മോമിനീങ്ങളായ അടിമകൾ ഇന്നലെയും ഇന്നുമായി ഭൂലോകം മുഴുവനും ഈദുൽ അദ്ഹ ആഘോഷിക്കുകയാണ്. ഏതാണ്ട് ഒരു 6000 കൊല്ലം മുമ്പ് ഇറാഖിലെ ഊർ പട്ടണത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങിവെച്ച ദീനുൽ ഇസ്ലാമിൻ്റെ യൗവനത്തിൻ്റെ ചരിത്രം ആരംഭിക്കുകയായിരുന്നു. അതേതാണ്ട് ഖിയാമത്ത് നാൾ സൂർ എന്ന കാഹളത്തിൽ ഇസ്രാഫീൽ ഊതുന്നത് വരെയും, അഥവാ ഈ ഭൂമിയുടെ അന്ത്യം നടക്കുന്ന നാൾ വരെയും ആ ചരിത്രത്തിൻ്റെ സ്മരണ തുടർന്നുകൊണ്ടേയിരിക്കും. അന്ന് നമ്രൂദ് രാജാവിൻ്റെ നേതൃത്വത്തിൽ ഭരണം നടക്കുന്ന ഇറാഖിലെ ഊർ പട്ടണത്തിൽ
ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉമ്മ ഇബ്രാഹിമിനെ പ്രസവിക്കുകയായിരുന്നു. ആരും അറിയാതെ, അറിഞ്ഞാൽ നമ്രൂദ് കുഞ്ഞുങ്ങളെ കൊല്ലാൻ തീരുമാനിച്ച കാലഘട്ടമാണ്. ഇബ്രാഹിം വധിക്കപ്പെടുമെന്ന് പേടിച്ചിട്ടാണ് ബാബിലോണിയയിലെ ഊർ എന്ന ഗ്രാമത്തിലേക്ക് ഇബ്രാഹിമിൻ്റെ മാതാവ് സ്ഥലം വിട്ടത്. ഇബ്രാഹിം ജനിച്ചു. അതേ ലോകാവസാനം വരെ തൗഹീദിൻ്റെ ശബ്ദം നിലനിർത്തുന്നതിന് ഇമാമായി അള്ളാഹു നിശ്ചയിച്ച ആ വ്യക്തിയുടെ ജനനം ആകാശലോകം ആഘോഷിക്കുകയായിരുന്നു. സാധാരണ കുഞ്ഞുങ്ങൾക്കില്ലാത്ത രീതിയിലുള്ള വളർച്ച പ്രാപിച്ചു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അടുക്കളയിൽ ഉമ്മയുമായി സംസാരിക്കുമായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ. അടുക്കളയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മോൻ ഉമ്മാനോട് ചോദിച്ചു ഒരു ദിവസം, ഉമ്മ, ആരാണ് ഉമ്മ നമ്മുടെ റബ്ബ്? നിന്റെ ബാപ്പ ആസറാണ് മോനെ. മൻ റബ്ബുഹു? ആസറിന്റെ രക്ഷിതാവ് റബ്ബ് ആരാണ് ഉമ്മ? നമ്രൂദാണ് മോനെ. നമ്രൂദിന്റെ റബ്ബ് ആരാണ് ഉമ്മ? മോനെ, നീ ആവശ്യമില്ലാത്തത് പറയരുത്. നമ്രൂദിന് വേറൊരു റബ്ബോ? എല്ലാം അടക്കി ഭരിച്ച് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്രൂദാണ്. അതിന് നമ്രൂദിനെ സഹായിക്കുന്നത് മരിച്ചുപോയ മഹാന്മാരുടെ ആത്മാവുകളുമാണ്. അതുകൂടാതെ അർവാഹു മുഖദ്ദസ, പരിശുദ്ധമായ ആത്മാവുകൾ ചലിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന സൂര്യചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങളും ആണ്. എന്താണ് ഉമ്മ ഈ പറയുന്നത്? ഉമ്മാക്കും എനിക്കും ബാപ്പാക്കും ഒക്കെ ഒരു റബ്ബുണ്ടെങ്കിൽ നമ്രൂദിനും ഈ കാണുന്ന നക്ഷത്രങ്ങൾക്കും സൂര്യചന്ദ്ര ഗോളാളികൾക്കും വേണ്ടേ റബ്ബ്? മോനെ, ഇത് നീ പരസ്യമായി പറഞ്ഞാൽ നമ്രൂദ് മഹാരാജാവ് നമ്മളെ ജീവിക്കാൻ അനുവദിക്കുകയില്ല. ജീവിക്കാൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ എന്താണ് ഉമ്മ പ്രശ്നം? നമ്മുടെ മരണവും നമ്മുടെ ജീവിതവും അല്ലാഹ്ക്കല്ലേ. ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ വാക്ക് ഇബ്രാഹിമാണ് ആദ്യം ഉച്ചരിക്കുന്നത്. സന്തോഷത്തോടുകൂടി അല്ലാഹു തആല നമ്മളെ അറിയിച്ചു ഖുർആനിലൂടെ. നമ്മൾ ജീവിക്കുന്നതും മരിക്കുന്നതൊക്കെ അല്ലാഹ്ക്കാണെങ്കിൽ ആര് കൊന്നാലെന്താ, ആരടിച്ചാലെന്താ, ആര് ചീത്ത പറഞ്ഞാലെന്താ, ആര് ബഹിഷ്കരിച്ചാലെന്താ, ആര് നാടുകടത്തിയാലെന്താ? ഉമ്മ, അള്ളാഹ്ക്ക് വേണ്ടിയാണ് നമ്മളെ ജീവിതമെങ്കിൽ. മോനെ, നിനക്ക് പറയാനുള്ളത് നീ ധൈര്യമായിട്ട് പറ, എനിക്കതിലൊന്നും പ്രശ്നമില്ല. അങ്ങനെ ഉമ്മാൻ്റെ പൊരുത്തവും വാങ്ങിയിട്ട് ഇറങ്ങി തിരിച്ചതാണ് ആ പ്രിയപ്പെട്ട ഇബ്രാഹിം. കുട്ടിപ്രായത്തിൽ, ബാല്യപ്രായത്തിൽ അങ്ങാടിയിൽ ചെന്നിട്ട് തുടങ്ങിയതാണ് വിഷയം. ഒന്നിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരോടായിരുന്നു സംസാരം. അതെ, അല്ലാഹു തആല ആ കുട്ടിപ്രായത്തെ പറ്റി പറഞ്ഞത് ലഖദ് ആതൈനാ ഇബ്രാഹിമ റുഷ്ദഹു മിൻ ഖബിൽ. നുബുവത്തും റിസാലത്തും കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇബ്രാഹിമിന് നാം നല്ല പക്വതയും പാകതയും നൽകിയിരുന്നു. വകുന്നാ ലഹു ആലിമീൻ. നന്നായിട്ട് ഇബ്രാഹിമിനെ പറ്റി അറിയുന്നവൻ ഞാനാണ്. അല്ലാഹു തആല പറഞ്ഞതാ. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദൗത്യം ആരംഭിക്കുകയാണ്. ആദ്യം ബാപ്പാനോട് ഇത് ഖാല ലി അബീഹി, പിന്നെ ഖൗമിനോട് വ ഖൗമിഹി, ഇത് ഖാല ലി അബീഹി വ ഖൗമിഹി. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം ബാപ്പ ആസറിനെയും ആസറിന്റെ അനുയായികളെയും, ആസർ പൂജാരിയാണ്, ജാറങ്ങളിലെ പൂജാരിയാണ്. ജാറങ്ങളിൽ ശുശ്രൂഷകൾ നടത്തലും ജാറങ്ങളെ പരിപാലിക്കലും ജാറങ്ങൾക്ക് വേണ്ടി ഒത്താശകൾ ചെയ്യലും ജാറങ്ങളിലേക്ക് അഭയം തേടി വരുന്നവർക്ക് സഹായം കൊടുക്കലും ഇതൊക്കെയായിരുന്നു ആസറിന്റെ ജോലി. കൂട്ടത്തിൽ രാഷ്ട്രീയത്തിൽ ഉത്തരവാദിത്തമുണ്ട്. നമ്രൂദ് രാജാവിന്റെ മന്ത്രിപദത്തിൽ ഉന്നതമായ പദവിയും ആസറിനുണ്ട്. ആ ആസറിനെ വിളിച്ചിട്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നത്, മാ ഹാദിഹി തമാസീലുല്ലത്തി അൻതും ലഹാ ആകിഫൂൻ. ബാപ്പ, നിങ്ങൾ ഈ സുജൂദ് ചെയ്യുന്ന, നിങ്ങൾ ഈ തവാഫ് ചെയ്യുന്ന, നിങ്ങൾ ഈ അഭയം തേടുന്ന, തവസ്സുൽ ചെയ്യുന്ന, ഇസ്തിഗാസ ചെയ്യുന്ന, ഇസ്തിആന ചെയ്യുന്ന, ഇസ്തിഖാറ ചെയ്യുന്ന, പണ്ടെന്നോ മരിച്ചുപോയവരെ കുഴിച്ചിട്ട ഈ കുഴിമാടങ്ങളിൽ ചെന്നിട്ട് ബാപ്പ എന്താണ് ബാപ്പ ഈ ചെയ്യുന്നത്? ഇതെന്തൊരു വിഡ്ഢിത്തമാണ് ബാപ്പ നിങ്ങൾ ചെയ്യുന്നത്? മാ ഹാദിഹി തമാസീലുല്ലത്തി അൻതും ലഹാ ആകിഫൂൻ. നിങ്ങൾ ഈ ഇത്തികാഫിരിക്കുന്ന ഈ തമാസീലുകൾ, ഈ രൂപങ്ങൾ, ഈ സ്തൂപങ്ങൾ, ഈ ജാറങ്ങൾ, ഈ കബറുകൾ, ഈ പ്രതീകങ്ങൾ, ഈ പ്രതിബിംബങ്ങൾ, ഇതെന്താണ് ബാപ്പ?
ഖാലു, ബാപ്പയും കൂട്ടരും മറുപടി പറഞ്ഞു, മാ വജദിന അലൈഹി ആബാഅന ആബിദീൻ. ഞങ്ങളെ ഉപ്പുപ്പമാരെല്ലാം ഈ ജാറങ്ങളിൽ ചെന്നിട്ടാണ് അള്ളാഹുവിനോട് സഹായം തേടാറ്. ഈ കാണുന്ന രൂപങ്ങളെയാണ് ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ചേരാൻ വേണ്ടി ആഗ്രഹിക്കാറ്. ഞങ്ങൾ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് പകരം ഈ മഹാന്മാരിലൂടെയാണ് ഞങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാറ്. മാ വജദിന അലൈഹി ആബാഅന ലഹാ ആബിദീൻ. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സമ്മതിച്ചു കൊടുത്തില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിരന്തരം രാവും പകലും ഒരുപോലെ തൗഹീദിലേക്ക് ദഅവത്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ ഇസ്ലാമിന്റെ യുവത്വം ആരംഭിക്കുകയായിരുന്നു. നാം അത് പറഞ്ഞിട്ടുണ്ട്. ദീനുൽ ഇസ്ലാമിന്റെ ബാല്യഘട്ടമാണ് ഹസ്രത്ത് ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് നൂഹ് നബി വരെ ഇസ്ലാമിന്റെ ശൈശവഘട്ടമാണ്. നൂഹ് തൊട്ട് ഇബ്രാഹിം വരെയുള്ള കാലഘട്ടം ബാല്യദശയാണ്. ഇബ്രാഹിം തൊട്ട് യുവത്വം ആരംഭിക്കുകയാണ്. അതെ, യുവത്വത്തിൽ നടക്കേണ്ടതെല്ലാം ഇബ്രാഹിം മുതൽ തുടങ്ങണം. അഷ്റഫുൽ ഖൽഖ് തൊട്ട് ഇങ്ങോട്ടുള്ളത് വാർദ്ധക്യത്തിന്റെ ഘട്ടമാണ്. അതെ, ഇബ്രാഹിം തുടങ്ങി വെച്ചത് പൂർത്തിയാക്കലാണ് വാർദ്ധക്യഘട്ടത്തിൽ വേണ്ടത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാക്കി തീർത്ത യുവത്വം, ആ യുവത്വം വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നൊരു യുവത്വമില്ല. വാർദ്ധക്യത്തിന് ശേഷം വേറൊരു യുവത്വമില്ല. ഹസ്രത്ത് ഇബ്രാഹിം ഉണ്ടാക്കിയെടുത്ത യുവത്വത്തെ തുടർച്ചയായിട്ട് കൊണ്ടുപോക്കാണ് വാർദ്ധക്യത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് വത്തബിഇ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ. നിങ്ങൾ ഇബ്രാഹിമി മില്ലത്തിനെ ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഇബ്രാഹിമോട് അല്ലാഹു തആല പറഞ്ഞു, ഇന്നി ജായിലുക ലിന്നാസി ഇമാമ. ഖിയാമത്ത് നാൾ വരെ തൗഹീദിന്റെ അഹ്ലുകാർക്ക് ഇമാമ് നിങ്ങളാണ് എന്ന് അല്ലാഹു തആല ഇബ്രാഹിമോട് പറഞ്ഞതും ആ അടിസ്ഥാനത്തിലാണ്. ഒരു ദിവസം രാത്രി ചെറുപ്പക്കാരോടൊപ്പം ഇറാഖിലെ മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചെറുപ്പക്കാരുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് നോക്കാൻ വേണ്ടി പറഞ്ഞു. ഫലമ്മാ ജന്ന അലൈഹി റഅ കൗകബൻ. നക്ഷത്രത്തെ കണ്ടു ആകാശത്തിൽ. എല്ലാവരും കേൾക്കത്തക്ക വിധത്തിൽ നക്ഷത്രമാണ് എൻ്റെ റബ്ബ്, ഹാദാ റബ്ബി. അതെ, പരിശുദ്ധമായ ആത്മാവുകൾ പ്രവർത്തിക്കുന്നതാണ് നക്ഷത്രങ്ങളെന്നും ആ നക്ഷത്രത്തിന് മനുഷ്യരുടെ കാര്യത്തിൽ ഇടപെടാനുള്ള താക്കത്തുണ്ട് എന്നും ആ കാലഘട്ടം മുതലേ വിശ്വാസമുണ്ട്. ഈ കാലഘട്ടത്തിലും വിശ്വാസമുണ്ട്. അങ്ങനെയാണ് ഈ നക്ഷത്രശാസ്ത്രം വന്നത്. മുഖദ്ദസത്തായ അർവാഹുകൾ നക്ഷത്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പല മുഫസ്സിറുകളും അവരുടെ അശ്അരി കാലഘട്ടത്തിൽ, ഷീഈ കാലഘട്ടത്തിൽ അതിനെ ന്യായീകരിച്ചിട്ടുണ്ടായിരുന്നു. സലഫിയത്തിലേക്ക് വന്നപ്പോൾ ഇമാം തബരിയെ പോലെയുള്ള ആൾക്കാർ അത് തിരുത്തി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നക്ഷത്രശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് കിതാബുകൾ തന്നെ മുഫസ്സിറുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ സമൂഹത്തിന് അതൊന്നും പരിചയമില്ല. കാരണം സമൂഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാറില്ല, മുഹമ്മദുർ റസൂലുള്ളാഹ് പഠിക്കാറില്ല, നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് പഠിക്കാറുള്ളൂ. അതുകൊണ്ട് ഹൈദ് നിഫാസ് ജനാബത്ത് മസലകൾ മാത്രമേ സമൂഹത്തിന് അറിയുള്ളൂ. ഷഹാദത്തിന്റെ ചരിത്രം അറിയാത്തതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും പഠിക്കാനോ മറ്റോ സമയമില്ലായിരിക്കും. പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഈ ഉമ്മത്ത് നാശത്തിന്റെ വക്കീലാണ്. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് തന്നെ അവരോട് പറഞ്ഞു, നക്ഷത്രം ഉദിച്ചു വന്നപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫൽ. നക്ഷത്രം അസ്തമിച്ചപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ലാ ഉഹിബ്ബുൽ ആഫിലീൻ. ഉദിച്ചസ്തമിക്കുന്നതിന് തമ്പുരാനാക്കാൻ, ദൈവമാക്കാൻ, കാര്യത്തിൽ ഇടപെടുന്ന ഇടയാളാക്കാൻ ഞാൻ തയ്യാറാകുകയില്ല. അപ്പോഴാണ് ചന്ദ്രൻ ഉദിച്ചു വരുന്നത്. വലമ്മാ റഅൽ ഖമറ ബാസിഗ. അതേ സ്ഥിതി തന്നെ ചന്ദ്രന്റെ കാര്യത്തിലും പറഞ്ഞു. പിന്നെ പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിച്ചു വന്നപ്പോൾ ഇബ്രാഹിം പറഞ്ഞു, ഫലമ്മാ റഅ അശംസ ബാസിഗത്തൻ ഖാല ഹാദാ റബ്ബി ഹാദാ അക്ബർ. ഇതാണ് എന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്ന റബ്ബ്, എന്റെ കാര്യത്തിൽ ഇടപെടുന്ന റബ്ബ് ഇതാണ്, ഇത് അക്ബറാണ്, വലിയതാണ്. ഇന്നലെ കണ്ടതൊക്കെ കുട്ടിത്തമ്പുരാക്കന്മാര് ശരിയാവില്ല. ഫലമ്മാ അഫലത്. വൈകുന്നേരമാകുമ്പോൾ സൂര്യനും അസ്തമിച്ചു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇവരൊക്കെ കേൾക്കത്തക്ക വിധം പറഞ്ഞു, ലഇല്ലം യഹ്ദിനി റബ്ബി. എന്റെ റബ്ബെങ്ങാനും എനിക്ക് നേരെ ചൊവ്വയുള്ള വഴി കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞാൻ അപകടകാരിയായി പോകും. അതുകൊണ്ട് വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്. ഞാൻ ഒരിക്കലും മുശ്രിക്കല്ല. ഞാൻ എൻ്റെ മുഖം അല്ലാഹുവിലേക്കാണ് തിരിക്കുക. ജാറങ്ങളിലേക്ക് ഞാൻ തിരിക്കുകയില്ല, നക്ഷത്രങ്ങളിലേക്ക് ഞാൻ തിരിക്കുകയില്ല, സൂര്യചന്ദ്ര ഗോളങ്ങളിലേക്ക് ഞാൻ തിരിക്കുകയില്ല. ആരിലേക്കും ഞാൻ തിരിക്കൂല, എൻ്റെ റബ്ബിലേക്ക് മാത്രമേ ഞാൻ തിരിക്കുകയുള്ളൂ. എല്ലാവരും പിരിഞ്ഞുപോയി. പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ വിഷയം നമ്രൂദ് അറിഞ്ഞു. ചരിത്രത്തിൽ ആദ്യത്തെ ഉറൂസ് നടപ്പിലാക്കിയത് നമ്രൂദാണ് ഇബ്രാഹിം നബിക്കെതിരെ.
ഉറൂസ് എന്ന് പറഞ്ഞാൽ തൗഹീദിനെതിരെയുള്ള യുദ്ധമാണ്. ജാറങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള ഉറൂസ് തൗഹീദിനെതിരെയുള്ള യുദ്ധമാണ്, ഇസ്ലാമിനെതിരെയുള്ള യുദ്ധമാണ്. അഷ്റഫുൽ ഖൽക്കിന് ശേഷം ജൂതന്മാർ ഷിയാക്കളിലൂടെ അത് നടപ്പിലാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ന് നിലവിൽ ഉറൂസുകൾ ഉണ്ടായത്. അത് തുടക്കം കുറിച്ചത് നമ്രൂദാണ്. അത് ഉറൂസ് അല്ലാന്നാക്കി തീർക്കാൻ വേണ്ടി നമ്രൂദിന്റെ കാർണിവൽ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. കൂട്ടരെ, ഉറൂസിന് ഇംഗ്ലീഷിൽ കാർണിവൽ എന്നാ പറയുക. ഇംഗ്ലീഷിൽ ഉറൂസിന് കാർണിവൽ എന്നാ പറയാ, മലയാളത്തിൽ ഉത്സവം എന്ന് പറയും. ഉറൂസ് എന്നത് അറബി വാക്ക്, അറൂസ്. കല്യാണോത്സവത്തിനാണ് അധികം അറൂസ് എന്ന വാക്ക് ഉപയോഗിക്കാറ് അറബിയിൽ. നമ്രൂദ് ഉറൂസ് പ്രഖ്യാപിച്ചു. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സ്വതന്ത്രമായി 3 ദിവസം സ്വാതന്ത്ര്യം നൽകി. രാവും പകലും സുഖിക്കാൻ മൈതാനത്തേക്ക് പോയി. മരിച്ചുപോയ മഹാന്മാരുടെ ശവകുടീരങ്ങളും നക്ഷത്രങ്ങളുടെയും ചന്ദ്രന്റെയും രൂപങ്ങളും ഉണ്ടാക്കി അതിഭയങ്കരമായ ആഘോഷത്തിന് തിരികൊളുത്തി. ഇബ്രാഹിമിനോട് അവർ ചോദിച്ചു, ചെറുപ്പക്കാർ, ഓ ഇബ്രാഹിം, നീ വരുന്ന ഉത്സവത്തിന് ഞങ്ങൾ പോവുകയാണ്. ഇബ്രാഹിം പറഞ്ഞു, പൊയ്ക്കൊള്ളുക. കാല ഇന്നി സഖീം, എനിക്ക് സുഖമില്ല, നിങ്ങൾ പോ. ശരിയാണ്, ഇബ്രാഹിം കളവ് പറഞ്ഞതല്ല. തൗഹീദിന്റെ ചിന്തയിൽ, ശിർക്കിനോടുള്ള കടുത്ത വെറുപ്പിൽ, ബിദ്അത്തിനോടുള്ള കടുത്ത വെറുപ്പിൽ ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അസ്വസ്ഥന. അതാണ് സഖീം എന്ന് പറയാൻ കാരണമെന്നാണ് മുഫസ്സിറുകൾ എഴുതിയിരിക്കുന്നത്. നല്ലത് തലവേദനയും പനിയും വന്നിട്ട് കിടക്കാന്നല്ല അതിന്റെ അർത്ഥം. നാട്ടിൽ നടക്കുന്ന ശിർക്കി ബിദ്അത്തി സംരംഭങ്ങളോട് ഒരു തരത്തിലും രാജിയാവാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് സാധിക്കുന്നില്ല. അത് ഇബ്രാഹിം പറഞ്ഞതായിട്ട് ഖുർആൻ പറഞ്ഞു, ഖദ് ബദാ ബൈനനാ വ ബൈനകുമുൽ അദാവത്തു വൽ ബഗ്ളാഉ ഹത്താ തുഅ്മിനു. എന്റെയും നിങ്ങളെയും ഇടയിൽ അദാവ, ശത്രുത കൃത്യമായി വ്യക്തമാണ്. വൽ ബഗ്ളാഉ, വെറുപ്പും വ്യക്തമാണ്. ഹത്താ തുഅ്മിനു, നിങ്ങൾ അല്ലാഹുവിന്റെ ഷഹാദത്തിലേക്ക് തിരിച്ചു വരുന്നത് വരെ എനിക്ക് നിങ്ങളോട് വെറുപ്പാണ്. നിങ്ങൾ എനിക്ക് ശത്രുവാണ്. ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അതൊന്നും ജനഗീതയുടെ പേരിൽ ഒളിപ്പിച്ചു വെക്കാനൊന്നും ആരും മെനക്കെടണ്ട. ജനഗീതക്ക് കോട്ടം തട്ടുകണക്കാക്കിയിട്ട് ഖുർആൻ മറച്ചു വെക്കുന്ന ഒരു സ്വഭാവം ഇന്ന് വന്നിട്ടുണ്ട്. നാം എടുത്തു കാണിക്കുന്ന ജനഗീതക്ക് കോട്ടം തട്ടുന്ന ഒന്നും പറയാൻ പാടില്ല എന്ന്. അതുകൊണ്ട് ചാരിറ്റി, അതേപോലെ തന്നെ ആംബുലൻസ് വണ്ടി, B.Com+ ഗുളിക, ഇത്തരം കാര്യങ്ങളെ പറ്റി മാത്രം പറഞ്ഞാൽ മതി എന്നൊരു ചിന്താഗതി ഉയർന്നിരിഞ്ഞു വന്നിട്ടുണ്ട്. യുക്തിവാദത്തിൽ, ഇൽഹാദിൽ നിന്നാണ് അത് ഉയർന്നു വന്നത്. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആദർശം വ്യക്തവും ശക്തവുമാണ്. എല്ലാവരും ഉത്സവത്തിന് പോകുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എല്ലാവരും പോയിട്ട് വാ. നിങ്ങളൊക്കെ ഈ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജാറങ്ങളും നക്ഷത്രത്തിന്റെ രൂപങ്ങളും അതൊക്കെ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം, നിങ്ങൾ പോയിട്ട് വാ എന്ന്. ചെയ്തു. പോയി വരുമ്പോഴേക്ക് ഏറ്റവും വലിയ ജാറത്തിന്റെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം തകർത്ത് തരിപ്പണമാക്കി കൊത്താൻ ഉപയോഗിച്ച മഴു വലിയ ദൈവത്തിന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വീട്ടിലേക്ക് പോയി. ഉത്സവം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച അതാണ്. നമ്രൂദ് ചോദിച്ചു, ആരാണ് നമ്മുടെ ഈ കുട്ടിത്തമ്പുരാക്കന്മാരെയൊക്കെ ഈ കോലത്തിലാക്കിയത്? നമ്രൂദ് അലറി. അന്വേഷണത്തിൽ മനസ്സിലായി ഇബ്രാഹിം. ആൾക്കാരെ പോയിട്ട് പറഞ്ഞു നമ്രൂദോട്, യുഖാലു ലഹു ഇബ്രാഹിം, ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഒരുപാട് നാളായി അല്ല മാത്രം എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് അവൻ തന്നെയാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക. വിളിക്കൂ ഇബ്രാഹിമിനെ. അപ്പോഴാണ് ആസറിന്റെ മോനാണ് ഈ ഇബ്രാഹിം എന്ന് ബോധ്യപ്പെടുന്നത്. ഇബ്രാഹിമിനെ വിചാരണ ചെയ്തു, പരസ്യമായി വിചാരണ ചെയ്തു. നീയാണോ ഇത് ചെയ്തത്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഫസ്അൽ കബീറഹും. ആ വലിയ തമ്പുരാൻ നാക്ക് നീട്ടിയിരിക്കുകയാണല്ലോ, ചോദിച്ചു നോക്ക അയാളോട്. ഇൻകാനു യന്തിഖൂൻ, നിങ്ങൾ ആവശ്യങ്ങളൊക്കെ അവരോടല്ലേ പറയാറ്, നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ അവരോടല്ലേ പറയാറ്. ഇതോ നാവും നീട്ടിയിരിക്കുകയല്ലേ വലിയ ആള്, ചോദിച്ചു നോക്കി. ഇൻകാനു യന്തിഖൂൻ, വല്ലതും സംസാരിക്കുമെങ്കിൽ അവര് പറയട്ടെ ആരാണ് വന്നത് എന്ന്. ഇത് എന്നോട് ചോദിക്കുന്നത്, ഞാൻ ഒരു പ്രജ, ഇത് നിങ്ങളെ ദൈവത്തിന്റെ കാര്യം എന്നോടാണോ ചോദിക്കുന്നത്? വർത്തമാനകാലവുമായിട്ട് യോജിപ്പിച്ചോളണം. ഇത് ഈദുൽ അദ്ഹാന്റെ ദിവസമാണ്, സമയം നീട്ടിക്കൊണ്ടുപോയി കൂടാ. വർത്തമാന കാലഘട്ടത്തെ യോജിപ്പിക്കേണ്ടത് ആവശ്യമാണ്. വല്ലാഹി, ഹിന്ദു മതത്തിന്റെയോ ക്രിസ്തു മതത്തിന്റെയോ ജൂതമതത്തിന്റെയോ ആചാരാചാരങ്ങളെ ഇതിനോട് ചേർത്ത് വായിക്കാൻ നമുക്ക് കഴിയില്ല. ഉമ്മത്തിന്റെ ഉള്ളകത്തുള്ള ശീഈ ബിദഈ സംവിധാനക്കാരെ മാത്രമേ ഇതോട് ചേർത്ത് വായിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അതേ ചരിത്രം അതിന് സാക്ഷിയാണ്. വെറുതെ അല്ല വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ദഅവത്ത് ഹിന്ദുക്കളോടാണ്, ക്രിസ്ത്യാനികളോടാണ് നാം തെറ്റിദ്ധരിക്കേണ്ട. ദഅവത്ത് പാരമ്പര്യ മുസ്ലിമീങ്ങളോടാണ്. നൂഹ് നബിന്റെ കാലം മുതൽ അഷ്റഫുൽ ഖൽക്കിന്റെ കാലം വരെയും അഷ്റഫുൽ ഖൽക്കിന്റെ കാലത്തിന് ശേഷം ഇന്ന് വരെയും ആ ദഅവത്തിന്റെ ആദ്യത്തെ റൗണ്ട് മുസ്ലിമീങ്ങളോടാണ്, പാരമ്പര്യക്കാരോടാണ്.
അതിന്റെ അനുബന്ധം മാത്രമാണ് മറ്റുള്ളവരോട്. ഇതാണ് ചരിത്രത്തിന്റെ സാക്ഷ്യം. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇത് പറഞ്ഞപ്പോൾ നമ്രൂദ് രാജാവ് ഇബ്രാഹിമോട് പറഞ്ഞു, നിനക്കറിയില്ലേ ഇവകൾ മിണ്ടുകയില്ല എന്ന്. അപ്പൊ ഇബ്രാഹിമിന്റെ മറുപടി, മോശം, ഈ മിണ്ടാപ്രാണികളെയാണോ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? ഉഫ് എന്ന വാക്കിന് അറബിയിൽ ഛെ എന്നാണ് അർത്ഥം. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ആയത്ത് ഓതിയിട്ടുണ്ടാവും, വലാത്തക്കുല്ലഹുമാ ഉഫിൻ വലാത്തൻഹറുമാ, മാതാപിതാക്കളോട് ഛെ എന്ന് പോലും പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞ തട ഉഫിൻ ഉപയോഗിച്ചിട്ടുണ്ടല്ല. ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉപയോഗിച്ച വാക്കതാണ്, ഉഫില്ലക്കും, നിങ്ങൾക്ക് നാശം, വലിമാ തഅബുദൂൻ, നിങ്ങൾ ഈ ഇലാഹർത്തിയും വിളിച്ചിട്ട് ദുആ ചെയ്യുന്ന ഉറൂസുകൾക്കും നാശം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഈ രീതിയിൽ പറഞ്ഞപ്പോൾ നമ്രൂദ് രാജാവ് ഇബ്രാഹിമിന് മാനസിക രോഗമാണ്, മനസ്സിലൊന്ന് പിച്ചും പേയും പറയുകയാണ്. ചികിത്സിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വിചാരണ ചെയ്യാം. ആദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ചികിത്സിക്കാൻ ഒരു യോഗം പിരിച്ചുവിട്ടു. കാരണം നമ്രൂദിന് അറിയാം സംഗതി അപകടമാണ്, ഇബ്രാഹിമിന്റെ മനസ്സ് ചെറുപ്പക്കാർ ഉൾക്കൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് പിരാന്തനാക്കി. അറിയാലോ വർത്തമാന കാലഘട്ടം. ഒന്നും ഞാൻ ചേർത്ത് നിങ്ങൾ പറയാൻ മെനക്കെടുന്നില്ല, സമയത്ത് മാനിച്ചിട്ട്. അതിനാണ് അല്ലാഹു തആല ചരിത്രം ഉണ്ടാക്കിയത്. ഈ കാലഘട്ടത്തിൽ മുഹമ്മദി ഉമ്മത്തിന് പറയാൻ, തൗഹീദിന്റെ പ്രബോധകന്മാർക്ക് പറയാൻ, ദായികൾക്ക് പറയാൻ. ഈ അവസരത്തിൽ നമ്രൂദ് ഇബ്രാഹിമിനെ മന്ത്രിസഭ കൂടി, ക്യാബിനറ്റ് ചർച്ച ചെയ്തു എന്താണ് ചെയ്യേണ്ടത്. നമ്രൂദ് പറഞ്ഞു, ഹരിരികൂഹു വൻസുറു ആലിഹത്തക്കും, അവനെ തീയിലിട്ട് കൊല്ലുക, എന്നിട്ട് നിങ്ങളെ ജാറങ്ങളെ സംരക്ഷിക്കുക. അതല്ലേ നമ്രൂദ് പറയുന്നത്. ഖുർആനാണ് വിട്ടത്, നോവലായി പറയണത്. മുസ്ലിയാരെ വകയുമല്ല, വേദന്മാരെ വയലുമല്ല, അല്ല പറഞ്ഞു തരിക. ഹരിരികൂഹു വൻസുറു ആലിഹത്തക്കും, ജാറങ്ങളെ സംരക്ഷിക്കുക, ഇബ്രാഹിമിനെ തീയിലിട്ട് കരിക്കുക. തീക്കുണ്ഡമുണ്ടാക്കി, തീക്കുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ദീർഘമായിട്ട് അള്ളാഹുവിന്റെ ഇടപെടലുകൾ പറയാനുണ്ട് മുവഹിദുകളോട്. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തീക്കുണ്ഡത്തിലേക്ക് എറിയപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ കൽപ്പന വന്നു, യാ നാറു കൂനി ബർദം വസ്സലാമൻ അലാ ഇബ്രാഹിം, എൻ്റെ ഇബ്രാഹിം വരുന്നുണ്ട്, തൊട്ടുപോകരുത്. തൊട്ടുപോകരുത് മാത്രമല്ല, സുരക്ഷ ഒരുക്കി കൊടുക്കണം. സലാം നാറു കൂനി ബർദൻ വസലാം, തണുപ്പ് മാത്രം പോരാ, തണുത്ത് വിറച്ചു പോകരുത്, സലാമും കൂടി ആയിരിക്കണം എൻ്റെ ഇബ്രാഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറാഖിലെ ജീവിതം അതോടുകൂടി അവസാനിപ്പിച്ചു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം പറയുകയാണ്, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, ഞാൻ പോകുകയാണ്, എന്നെ കൊണ്ടൊരു ശല്യം നിങ്ങൾക്ക് വേണ്ട. ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, എൻ്റെ അള്ളാഹ് എനിക്കൊരു വഴി കാണിച്ചു തരും, ഞാൻ നാട് വിടുകയാണ്. ഖുർആൻ സൂറത്തു സാഫാത്ത്. ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. ആരും ഒന്നിച്ചില്ല കൂട്ടരെ, ആരുമില്ല. സ്വന്തം ഭാര്യ സാറ മാത്രമുണ്ട് ഒന്നിച്ച്, ഒരാരുമില്ല, ഒരു സഹായിയുമില്ല. ഒന്നിച്ചു കൂട്ടാൻ കൈപിടിച്ചണക്കാൻ മക്കളുമില്ല. സാറയെയും കുട്ടി ബാല്യത്തിലെത്തിയിരിക്കുന്ന ഇബ്രാഹിം നടക്കുകയാണ് മാസങ്ങളോളം, ഭാര്യയുടെ കൈയും പിടിച്ച് നടക്കുകയാണ് മാസങ്ങളോളം. സിറിയയിലൊരിടത്ത് താമസമാക്കി. അവിടെ വെച്ചുകൊണ്ട് ഹസ്രത്ത് ഇബ്രാഹിം അള്ളാഹുവിനോട് ദുആ ചെയ്തു. തുടർന്ന് അങ്ങോട്ട് അള്ളാഹു പറയുന്നു, റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, മക്കളില്ലല്ലോ അള്ളാഹ്, എനിക്ക് ശേഷം ഈ ദൗത്യം ആരാണ് നടത്തുക? ഞാൻ ആരെയാണ് ഏൽപ്പിക്കേണ്ടത് ഈ തൗഹീദിൻ്റെ ദഅവത്ത്? ആരും ഇല്ലല്ലോ അള്ളാഹുവേ. അതുകൊണ്ട് സാലിഹായൊരു മോനത്തായ എനിക്ക്, റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. ഫബശ്ശർനാഹു, ഇബ്രാഹിമിന് നാം സന്തോഷ വാർത്ത അറിയിച്ചു. ബിഗുലാമിൻ ഹലീം, ഹലീം ബിൽ ഹാ, അലീം അല്ല ഹലീം. ഹലീം എന്ന് പറഞ്ഞാൽ ക്ഷമാശീലൻ എന്നാണ് അർത്ഥം. അലീം വിവരമുള്ളവൻ, ഹലീം ഹാ ഐന് വ്യത്യാസമുണ്ട്. ബിഗുലാമിൻ ഹലീം, ക്ഷമാശീലൻ, ക്ഷമയുടെ നെല്ലിപ്പടിയോളം എത്താൻ പാകത്തിലൊരു മോനെ ഞാൻ ഇബ്രാഹിമിന് നൽകാമെന്നറിയിച്ചു. സാറ പ്രസവിച്ചു, ഹാജറ പ്രസവിച്ചു. വഴിയിൽ വെച്ച് കിട്ടിയതാണ് ഹാജറാനെ. സിറിയയിലേക്കുള്ള യാത്രാമധ്യേ സംഭവങ്ങൾ ബഹുലമാണ്. മോൻ ഇസ്മായിൽ എന്ന് പേരിട്ടു. ഒട്ടും താമസിച്ചില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സാറായിൽ ഇസ്ഹാക്കിനെ നൽകി. അതെ, അല്ലാഹു ചരിത്രം നിർമ്മിക്കുകയാണ് കൂട്ടരെ. വരാനിരിക്കുന്ന ചരിത്രങ്ങൾക്ക് സാക്ഷിത്വം ഉണ്ടാക്കുകയാണ്. ഇസ്മായിലിന്റെ പാരമ്പര്യത്തിൽ അറബികൾ വരണം, ആ അറബികളിൽ മുഹമ്മദ് മുസ്തഫ വരണം.
ഇസ്ഹാക്കിന്റെ പാരമ്പര്യത്തിൽ ബനു ഇസ്രായേൽ വരണം, ആ പാരമ്പര്യത്തിൽ മൂസയും ഈസയും വരണം അലൈഹിമുസ്സലാത്തു വസ്സലാം. അവർ രണ്ടും സന്വയിപ്പിച്ചുകൊണ്ട് മുഹമ്മദീ നുബുവത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ലോകാവസാനം വരെ ആ പരമ്പര നിലനിൽക്കണം. അള്ളാഹു തീരുമാനം എടുക്കേണ്ടത് അള്ളാഹു ആണ്, കൂട്ടരെ നമ്മളല്ല. എല്ലാ അറിവുള്ളവന്റെയും മുകളിൽ ഒരു അറിവുള്ളവനുണ്ട്. നമ്മളെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്ത് അള്ളാഹ്ക്കൊരു കണക്കുകൂട്ടലുണ്ട്. നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് മുകളിൽ അള്ളാഹ്ക്കൊരു നിയന്ത്രണമുണ്ട്. അതേ നടക്കുകയുള്ളൂ, നമ്മളതൊന്നും നടക്കുകയില്ല. എന്ത് നടന്നാലും അത് അള്ളാഹുവിൽ നിന്ന് വന്നതാണ്. അത് നമ്മുടെ ഈമാനല്ലേ കൂട്ടരെ. ഖൈറ് വന്നാലും എൻ്റെ അള്ളാഹ്, ഷർറ് വന്നാലും എൻ്റെ അള്ളാഹ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരോടും വെറുപ്പ് വെച്ച് കൊടുത്തേണ്ടതില്ല, പക വെച്ച് തീർക്കേണ്ടതില്ല. കാരണം അള്ളാഹു തീരുമാനിക്കുന്നു, അത് നടപ്പിലാക്കുന്നു. അതിന് ചിലർ അനുകൂലമായി കരുക്കളാകുന്നു, ചിലർ പ്രതികൂലമായി കരുക്കളാകുന്നു. വിചാരണ ദിവസം വിചാരണ ചെയ്യുമ്പോൾ എല്ലാം പുറത്തു വരും. നല്ല കാര്യം. ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബും. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് സാറായിൽ ഇസ്ഹാക്കിനെ നൽകി. മക്കൾ വളർന്നു വരികയാണ്. ഏതാണ്ട് ബാപ്പാന്റെ ഒന്നിച്ച് നടക്കാൻ പ്രായമായി. അള്ളാഹുവിന്റെ കൽപ്പന, ഓ ഇബ്രാഹിം, ഇസ്മായിലിനെയും ഉമ്മ ഹാജറായെയും കൂട്ടിയിട്ട് സിറിയ വിടണം, നാട് വിടണം, ഇനിയും വിടണം നാട്. എങ്ങോട്ട്? മക്കയിലേക്ക് പോകണം, ബക്കായിലേക്ക്. അവിടെ ഹറമിന് വേണ്ടി ഞാൻ നിശ്ചയിച്ചു വെച്ചൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് പോയി താമസിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫലമ്മാ ബലഗ മഅഹു സഅയ, ഫലമ്മാ ബലഗ മഅഹു സഅയ. ഉപ്പാൻ്റെ ഒന്നിച്ച് നടക്കാൻ പ്രായമായി മോന്, ഏതാണ്ട് 5-10 വയസ്സ് പ്രായമായി. ആ സന്ദർഭത്തിലാണ് മക്കായിലെത്തുന്നത്. ഉമ്മാനെയും മോനെയും അവിടെയാക്കി, ഒരു കൂടാരം കെട്ടി അവിടെയാക്കി. വിജനം, അവിടെ ബിൽഡിങ്ങുകളില്ല, കഅബയില്ല, അതെല്ലാം നേരത്തെ പോയി. നൂഹ് നബിൻ്റെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് തന്നെ അല്ലാഹു തആല അതിനെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കി. ഇപ്പം ശൂന്യമാണ്. മൃഗങ്ങളില്ല, ഈച്ചകളില്ല, പാറ്റകളില്ല, സസ്യങ്ങളില്ല. എവിടെ നോക്കിയാലും മർവ. ഒരു ഭാഗത്ത് നോക്കിയാൽ സഫാ മല, മറ്റേ ഭാഗത്ത് മർവ മല, ഇപ്പുറത്ത് ജബലു അബി കുബൈസ്, അപ്പുറത്ത് പലതരത്തിലുള്ള മലകൾ. ഇവരൊന്നും കാണാനില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന, ഉമ്മാനി മോനിടിയാക്കിയിട്ട് സിറിയയിലേക്ക് തിരിച്ചു പോകണം. ഇറങ്ങാൻ നേരത്ത് ഹാജറ ചോദിച്ചു, എങ്ങോട്ടാണ്? ഞാൻ സിറിയയിലേക്കാണ്. ഞങ്ങളോടൊപ്പം ഇബ്രാഹിം മിണ്ടിയില്ല. വീണ്ടും ചോദിച്ചു, ഞങ്ങൾക്കാര്? ഇബ്രാഹിം മിണ്ടിയില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ? അതെ. എങ്കിൽ ആ അള്ളാഹു ഇതല്ലായുലയ്യൂന, ആ അള്ളാഹു ഞങ്ങളെ പാഴാക്കുകയില്ല. ധൈര്യമായിട്ട് പോ. തൗഹീദ് പഠിപ്പിക്കണം അള്ളാഹു താല ലോകത്തിന്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തൗഹീദിന്റെ ദഅവത്തിന്റെ ഇമാമാക്കിയത് വെറുതെ അല്ല കൂട്ടരെ, നിരന്തരം പരിശീലനം കൊടുത്തിട്ടാണ്. അടുക്കളയിൽ നിന്ന് പരിശീലനം തുടങ്ങും അല്ലാഹ് ദായികൾക്ക്. അങ്ങാടിയിലാണ് പിന്നത്തെ പരിശീലനം, സ്വന്തക്കാരിൽ നിന്നാണ് പിന്നത്തെ പരിശീലനം, കൂട്ടുകാരിൽ നിന്നാണ് പിന്നത്തെ പരിശീലനം, നാട്ടുകാരിൽ നിന്നാണ് പിന്നത്തെ പരിശീലനം, ഭരണാധികാരികളിൽ നിന്നാണ് പിന്നത്തെ പരിശീലനം. അങ്ങനെ മൈലാഞ്ചി അരച്ചരച്ച് മെതിച്ച് വെണ്ട പോലെയാക്കിയിട്ട് തന്നെ കളറുള്ളതാക്കണം. അതിനുശേഷമാണ് അല്ലാഹു തആല മൈതാനത്ത് ഇറക്കുന്നത് ദായികളെ. അല്ലാത്തവർക്ക് ദഅവത്ത് ചെയ്യാൻ പറ്റൂല. നല്ല യോഗ്യത ഉണ്ടാക്കി എടുക്കുന്നവർക്ക് മാത്രമേ ദഅവത്ത്, അല്ലെങ്കിൽ പകുതിക്ക് നിർത്തിയിട്ട് വരക്കിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി നോക്കേണ്ടി വരും. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സിറിയയിലേക്ക് പോയി. തിരിച്ചു വരുമ്പോഴേക്ക് ഇസ്മായിലും ഉമ്മയും ഹാജറയും ഉണ്ട്. വീണ്ടും പോക്കും വരവും. അങ്ങനെ ഒരു ദിവസമാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നത്തിൽ കാണുന്നത്, ഇസ്മായിലിനെ എനിക്ക് വേണം, എത്രയും പെട്ടെന്നായിരിക്കണം. വീണ്ടും വീണ്ടും ഒരു ദിവസം കണ്ടു, 2 ദിവസം കണ്ടു. അതേ പ്രവാചകന്മാരുടെ സ്വപ്നം വഹിയാണ്. ദുഃഖിതനാണ് ഇബ്രാഹിം. വിഷമത്തോടുകൂടി മക്കായിലേക്കെത്തി. ദിവസങ്ങൾ യാത്ര ചെയ്തിട്ട് മക്കായിലെത്തിയ ഹാജറാനോട്, ഇസ്മായിലിനെ കുളിപ്പിച്ചൊരുക്കണം, എനിക്കൊരു വഴിക്ക് വരെ പോകാനുണ്ട്. എങ്ങോട്ടാ? ഒന്നുമില്ല, ഒരു ഇബാദത്തിനാണ്. എപ്പോഴാ തിരിച്ചു വരിക? ഇൻഷാ അല്ലാഹ്. ഇസ്മായിലിന്റെ കയ്യും പിടിച്ച കൂടാരത്തിൽ നിന്ന് ഇബ്രാഹിം പുറപ്പെട്ടു, ഇറങ്ങി. മിനാ പർവ്വതത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് യാത്ര കിഴക്കോട്ട്. മലമടക്കുകൾക്കിടയിലൂടെ യാത്ര ചെയ്ത് മിനായുടെ താഴ്വരയിൽ ഒരു സ്ഥലത്തെത്തി. മോനെ ഒരിടത്തിരുത്തി. മോനെ, എനിക്ക് ചിലത് പറയാനുണ്ട്. എന്താണ് ബാപ്പ വിഷമം, പ്രയാസം? എന്താണ് പറയാനുള്ളത്? ഒരു വലിയ പരീക്ഷണത്തിലാണ് മോനെ ബാപ്പ. എന്താ ബാപ്പ പറ.
ജയിച്ചേ പറ്റൂ മോനെ. ഇഹ്സാൻ്റെ പരീക്ഷയാണ്. ഇസ്ലാമിൻ്റെ പരീക്ഷ ഇറാഖിൽ നിന്ന് ജയിച്ചു. ഈമാൻ്റെ പരീക്ഷ സിറിയയിൽ നിന്നും ജയിച്ചു. ഇനി ഇഹ്സാനിൽ ജയിച്ചു കൊടുക്കണം മോനെ. അതിനായിരിക്കാം അല്ലാഹു തആല തയ്യാറാകുന്നുണ്ടാകുക. അതായത് ഇസ്ലാം അദ്ദീനു അലാ സലാസത്തി മറാത്തിബ. അള്ളാഹിൻ്റെ ദീൻ 3 ഘട്ടങ്ങളിലായിട്ടാണ് അടിമകളിൽ നടപ്പിലാക്കുക. ആദ്യം ഇസ്ലാം, പിന്നെ ഈമാൻ, പിന്നെ ഇഹ്സാൻ. നാം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. മോനെ, ബാപ്പാന്റെ അവസാനത്തെ പരീക്ഷണമായിരിക്കും. ജയിച്ചേ പറ്റൂ മോനെ. പാറ ബാപ്പ, എന്താ സംഭവം? ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക് ഫൻദുർ മാദാ തറാ ഫൻദുർ മാദാ തറാ. മോനെ, നിന്നെ അറുക്കണമെന്ന് അള്ളാഹു എന്നോട് കൽപ്പിക്കുന്നു. എനിക്ക് പറയാനുള്ളത് പറ മോനെ. ഞാൻ എന്ത് ചെയ്യണം? ഈ ബാപ്പ എന്ത് ചെയ്യണം? ബാപ്പ 2 കാര്യങ്ങൾക്കിടയിലാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കും മകനോടുള്ള അമിതമായ സ്നേഹത്തിൻ്റെയും ഇടയിലാണ് ബാപ്പ. പറ മോനെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ബാപ്പ ഇതാണോ പ്രയാസമായിട്ട് കാണുന്നത്? ധൈര്യമായിട്ട് ചെയ്യും. യാ ബതിഫ്അൽ മാ തുഅ്മർ. കൽപ്പിച്ചതുപോലെ ചെയ്യും. എങ്ങനെയാണോ ചെയ്യേണ്ടത് ചെയ്തോളിൻ. ഈ മോനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ബാപ്പാക്ക് വരില്ല. ബാപ്പ ജയിച്ചേ പറ്റൂ. ബാപ്പാക്ക് ദീനിൽ സഹായിയാകുന്ന മക്കൾ, മക്കൾക്ക് ദീനിൽ സഹായിയാകുന്ന ബാപ്പ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. വതല്ലഹു ലിൽ ജബീൻ. അല്ലാഹു തആല സൂറത്തു സഫാത്തിൽ തുടരുകയാണ്. വതല്ലഹു ലിൽ ജബീൻ. നെറ്റി, മുഖം മണ്ണിലാകത്തക്ക വിധത്തിൽ ഇബ്രാഹിം ഇസ്മായിലിനെ കമിഴ്ത്തിക്കിടത്തിയ. ജബീൻ എന്ന് പറഞ്ഞാൽ നെറ്റിയാണ്. അതെ, ഇസ്മായിൽ പറഞ്ഞിട്ടുണ്ട് ബാപ്പാനോട്, ബാപ്പ എൻ്റെ മുഖം നോക്കി അറുക്കരുത്. ബാപ്പാക്ക് ചിലപ്പോൾ പ്രയാസം വരും. എൻ്റെ മുഖം കാണാതിരിക്കാൻ കമിഴ്ത്തിക്കിടത്തി അത്താ മതി. എൻ്റെ മുഖത്തിൻ്റെ വെപ്രാളം കണ്ട് മകനോടുള്ള വാത്സല്യത്തിൽ അങ്ങ് അറവ് നിർത്തിയാൽ അങ്ങ് അള്ളാഹിൻ്റെ മുമ്പിൽ പരാജയപ്പെടും. ബാപ്പ ജയിക്കണം, ബാപ്പ ജയിക്കണം. ബാപ്പ തോക്കരുത്, ബാപ്പ പരാജയപ്പെടരുത്. ഈ മോൻ വിഷയമല്ല ബാപ്പ. ധൈര്യമായിട്ട് അറുക്കിൻ, ഞാൻ ക്ഷമിക്കും. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ക്ഷമാശീലന്മാരെ കൂട്ടത്തിൽ ബാപ്പാക്ക് എന്നെ കാണാം. ഞാൻ കൈകാലിട്ടടിക്കുകയില്ല, വെപ്രാളം കൊള്ളുകയില്ല, ഞാൻ ശബ്ദമുണ്ടാക്കുകയില്ല. ഞാൻ സഹിച്ച് ബാപ്പാൻ്റെ കത്തിക്ക് മുമ്പിൽ ഞാൻ ഇരിക്കും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ പൊന്നുമോനെ കമിഴ്ത്തിക്കിടത്തി. 2 കാലുകൊണ്ട് ഇസ്മായിലിൻ്റെ 2 കാലുകൾ ചവിട്ടിപ്പിടിച്ചു. 2 കൈ ഒരു ഭാഗത്തെ കൊതുക്കി മാറ്റി. ഹസ്രത്ത് ഇബ്രാഹിം ആ കഴുത്തിൽ ബിസ്മില്ലാഹ് പറഞ്ഞ് കത്തിവെച്ച്. അന്തരീക്ഷം, ആകാശം, ഭൂമി, ജന്തുജാലങ്ങൾ, ജിന്നിൻസൊഴിച്ച് എല്ലാം സ്തബ്ധരായിരിക്കുകയാണ്. മലക്കുകൾ അലമുറയിടാൻ തുടങ്ങി. അല്ലാ, ഇബ്രാഹിമോട് നിർത്താൻ പറ അല്ലാ, താങ്ങാൻ പറ്റൂല അല്ലാ. ഇബ്രാഹിം ചെയ്യട്ടെ, ആവുന്നിടത്തോളം ചെയ്യട്ടെ. ഇബ്രാഹിമിൻ്റെ അവസാനത്തെ പരീക്ഷണ ഘട്ടമാണ്. ജയിച്ചേ പറ്റൂ ഇബ്രാഹിം. ഇബ്രാഹിം എൻ്റെതാണ്. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. ഖുല്ലത്ത് മെമ്പർഷിപ്പ് കൊണ്ടുവന്നാൽ കിട്ടൂല. ത്യാഗത്തിന്റെ തീച്ചൂളയിൽ ഉരുകിയിട്ട് വേണം മെമ്പർഷിപ്പ് കിട്ടാൻ. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. ഇബ്രാഹിമിനെ അള്ളാഹു കൂട്ടുകാരനാക്കി. ആ കൂട്ടുകാരനാകുക എന്നുള്ളതാണ് തൗഹീദിന്റെ ദഅവത്തിന്റെ ഗുണം. അതിനു വേണ്ടി ഒരുക്കി നിർത്തിയ ഇബ്രാഹിം ജയിച്ചേ പറ്റൂ മലക്കുകളെ. അതുകൊണ്ട് വേണ്ട, ആരും ഇടപെടണ്ട. ഇബ്രാഹിം അറുത്തു, വീണ്ടും അറുത്തു. ഇസ്മായിലിന്റെ ഒരു ഉപദേശം ബാപ്പാനോട്, ബാപ്പ എന്നെ അറുത്ത രംഗങ്ങളൊന്നും ഉമ്മാനോട് പറയരുത്, ഉമ്മാക്ക് വിവരിക്കരുത്. എൻ്റെ ഒരു സലാം ഉമ്മാനോട് പറയണം. നാളെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് ഉമ്മാനോട് പറയണം. ശരി മോനെ. അറുത്തു, വീണ്ടും അറുത്തു, വീണ്ടും അറുത്തു.
അന ബൈനൽ ഖലീലി വൽ ജലീൽ. അശരീരി ഉണ്ടായി. ജലീലായ അള്ളാഹു പറയുന്നു മുറിയരുതെന്ന്, ഖലീലായ ഇബ്രാഹിം പറയുന്നു മുറിയണമെന്ന്. ഞാൻ എന്ത് ചെയ്യണം? ജലീലിനെ അംഗീകരിക്കാനേ പറ്റുള്ളൂ, അള്ളാഹുവിനെ അംഗീകരിക്കാനേ പറ്റുള്ളൂ. ഇബ്രാഹിം പറയും പോലെ കേൾക്കാൻ എനിക്ക് പറ്റില്ല. ശരീരം ഉണ്ടായി. ഇതാ വരുന്നു ജിബ്രീൽ. അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത الرؤيا ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ജിബ്രീൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഇബ്രാഹിമിന്റെ കയ്യെ പിടിച്ചു. നിർത്തൂ ഇബ്രാഹിം, അല്ലാഹു തആല നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹ് കൊടുത്ത കരാറ് പാലിച്ചിട്ടുണ്ട്. ഇബ്രാഹിമിന് ഇസ്മായിലിനെ വിട്ടേക്കിൻ. ഇസ്മായിലിന്റെ ഇറച്ചി എനിക്ക് വേണ്ട, ഇസ്മായിലിന്റെ ശരീരം എനിക്ക് വേണ്ട, ഇസ്മായിലിന്റെ രക്തവും എനിക്ക് വേണ്ട. ഇബ്രാഹിമിനെയാണ് എനിക്ക് വേണ്ടത്, ഇബ്രാഹിമിനെയാണ് എനിക്ക് വേണ്ടത്. ഇബ്രാഹിമിനെ എനിക്ക് കിട്ടി, ഇസ്മായിലിനെ വിട്ടേക്കിൻ. ഇത് വലിയൊരു പരീക്ഷണമായിരുന്നു ഇബ്രാഹിമിന്. അല്ലാഹു തആല പറഞ്ഞു. ആ ഇബ്രാഹിം മോനെ വിട്ടു, സ്വതന്ത്രനാക്കി. ഇബ്രാഹിം അറുത്തു. ഇബ്രാഹിം ആഞ്ഞാഞ്ഞറുത്തു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇതും പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം ഇസ്മായിലിനെ സ്വതന്ത്രനാക്കുന്നത്. പൊടി തട്ടി എഴുന്നേറ്റ് നിന്ന മകൻ ബാക്കി പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇത് കണ്ട് സന്തോഷിച്ച് ജിബ്രീൽ ബാക്കി പൂർത്തിയാക്കി. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അത് മൂന്നും കൂടി ചേർത്ത് മുഹമ്മദി ഉമ്മത്തിന് തക്ബീറാക്കി. അത് മൂന്നും കൂടി ചേർത്ത് മുഹമ്മദി ഉമ്മത്തിന് തക്ബീറാക്കി. നമുക്ക് തക്ബീർ ചൊല്ലാനൊരു മടിയല്ലേ, ഉറക്കെ ചൊല്ലാനും മടിയല്ലേ, മക്കളെയും കൂട്ടിയിരുത്തി ചൊല്ലാനും മടിയല്ലേ, ഭാര്യയെ കൂട്ടിയിരുത്തി ചൊല്ലാനും മടിയല്ലേ. അപ്പോഴും നമുക്ക് ടി വിയും അതേപോലെ തന്നെ കയ്യിലുള്ള പിശാച്ചി കുന്തവും അതും ഞെക്കിക്കൊണ്ടിരിക്കലാണ് നമുക്ക് ഇഷ്ടമല്ലേ. ആലോചിച്ചോളുക, ഈ സമുദായം കടുത്ത പരീക്ഷണത്തിൻ്റെ നാളുകളാണ് 21-ാം നൂറ്റാണ്ട്. കടുത്ത പരീക്ഷണത്തിൻ്റെ നാളുകളാണ് മുഅ്മിനീങ്ങൾക്കും 21-ാം നൂറ്റാണ്ട്. ജയിച്ചേ പറ്റൂ. ഇബ്രാഹിം ജയിച്ചതുപോലെ, ജയിക്കാൻ ഇസ്മായിൽ കാരണമായതുപോലെ നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും അതിന് കാരണമായേ പറ്റൂ. ഇല്ലെങ്കിൽ സംഗതി അപകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആട്ടിനെ നൽകുകയാണ്. വഫദൈനാഹു ബിദിബ്ഹിൻ അളീം. ഒരു മനോഹരമായ മൊഞ്ചുള്ള ഒരാടുമായിട്ടാണ് ജിബ്രീൽ വന്നത്. ഫദൈനാഹു, ഇബ്രാഹിമിന് പകരമായി തെണ്ടമായി നാം നൽകി. ബിദിബ്ഹിൻ അളീം, മാന്യമായ ഒരു അറവ്. അതെ, ആ ആട്ടിനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം സന്തോഷത്തോടുകൂടി അറുത്തു. ഇസ്മായിൽ അതിന് തക്ബീർ പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്തു. അല്ലാഹു തആല പറഞ്ഞു, ഇത് ഖിയാമത്ത് നാളിലുള്ള ജനങ്ങൾക്ക് ഞാൻ ഓർമ്മയാക്കി വെച്ചിരിക്കുകയാണ്. ആ പെരുന്നാളാണ് ഇന്ന്. അതാണ് ഈദുൽ അദ്ഹ. നമുക്ക് അറുക്കണം, വീട്ടിൽ വെച്ചറുക്കണം, കൈകൊണ്ടറുക്കണം. ആരെങ്കിലും ഏൽപ്പിച്ച് ആർക്കെങ്കിലും കൊടുക്കാൻ ഏൽപ്പിച്ചാൽ അറവാകും തോന്നുന്നില്ല. അർഹതപ്പെട്ടവരുടെ ഏൽപ്പിക്കണം. നാട്ടുകാർക്ക് അവകാശപ്പെട്ടതാണ്, കുടുംബക്കാർക്ക് അവകാശപ്പെട്ടതാണ്, നമ്മൾ അയൽവക്കക്കാർക്ക് അവകാശപ്പെട്ടതാണ്. കൂട്ടമായി അറുത്താലും ഒറ്റക്കറുത്താലും അത് പുറത്തേക്ക് പോകാനുള്ളതല്ല, അത് സ്വന്തക്കാർക്കുള്ളതാണ്. കാരണം അഷ്റഫുൽ ഖൽക്കിന്റെ സുന്നത്ത് അതാണ്. ഹബീബ് ആരെയും ഏൽപ്പിക്കുക പോലും ചെയ്തില്ല. ഹബീബിന്റെ തൃക്കൈ കൊണ്ട് അറുത്തു. 100 ഒട്ടകത്തിൽ 60 ഒട്ടകത്തെയും ഹബീബായ മുത്തറുത്തു. ബാക്കി അലി റളിയല്ലാഹു തആല അൻഹുവിനോട് അറുക്കാൻ പറഞ്ഞു. ഫാത്തിമാനോട് അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞു, ഫാത്തിമ നിനക്ക് അറുക്കാൻ കഴിയില്ല, നീ ഒരു പെണ്ണാണ്, പക്ഷെ അറുക്കുന്നിടത്ത് നീ ഹാജരാകണം മോളെ എന്ന്. അതാണ് ഉദയ്യത്ത്. അങ്ങനെ പൈസയും കൊടുത്ത് ഉത്തരവാദിത്വം കഴിഞ്ഞിട്ട് പൊരക്കിരിക്കാൻ പറ്റുന്നതല്ല. ഉദയ്യത്ത് ഒരു ഇബാദത്താണ്. അഷ്റഫുൽ ഖൽക്ക് പെരുന്നാൾ നിസ്കാരത്തിന് പോകാൻ ഭക്ഷണം കഴിക്കാതെ പോയി. ചെറിയ പെരുന്നാൾ ഭക്ഷണം കഴിച്ചിട്ടും വലിയ പെരുന്നാൾ ഭക്ഷണം കഴിക്കാതെയും പോക്കെ സുന്നത്താണ്. അതുകൊണ്ട് അഷ്റഫുൽ ഖൽക്ക് ഭക്ഷണം കഴിക്കാതെ പോയി. എന്നിട്ട് പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അറുത്തു. നിസ്കാരത്തിന്റെ ഖുതുബയിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അറുക്കാൻ തയ്യാറില്ലാത്തവർ നമ്മളോടൊപ്പം നിസ്കരിക്കാൻ വരണ്ട എന്ന്. അത്ര കടുപ്പമാക്കി ഉദയ്യത്തിനെ പറഞ്ഞു. ഉദയ്യത്തറുക്കാൻ കൂട്ടാക്കാത്തവർ എൻ്റെ ഒന്നിച്ച് നിസ്കരിക്കാനും വരണ്ടെന്ന് കടുത്ത ഭാഷയിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അതെ, അതുകൊണ്ടാണ് ഇമാമിങ്ങൾ ഉലഹിയത്ത് ഓരോ കുടുംബനാഥനും ഫർളാണ്, വാജിബാണ് എന്ന് പറയാൻ കാരണം. അതല്ല, മുഅക്കദായ സുന്നത്ത്, ശക്തിയായ സുന്നത്താണ്. ഒഴിക്കലേ ഹറാമിന്റെ സ്ഥാനത്തെത്തുന്നതാണ് എന്ന് ഇമാം ഷാഫി റഹ്മഹുല്ലാഹി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു. ഒഴിവാക്കാൻ പറ്റാത്തൊരു ജോലിയാണ്. അടുത്ത ജോലി നമുക്കതാണ് ഇൻഷാ അല്ലാഹ്. നാം പെട്ടെന്ന് പോകണം.
നമുക്ക് അറുക്കാൻ കഴിയില്ലെങ്കിൽ നാം അതിനെ പിടിച്ചു കൊടുക്കണം. എന്നിട്ട് പെട്ടെന്ന് അതിലൊരു കഷ്ണം എടുത്തിട്ട് പുഴുങ്ങണം. അഷ്റഫുൽ ഖൽഖ് ആദ്യത്തെ ഭക്ഷണം ഈദുൽ അദ്ഹാക്ക് കഴിച്ചത് ഹബീബിൻ്റെ കൈ കൊണ്ട് അറുത്ത ആട്ടിൽ നിന്ന് കുറച്ചെടുത്ത് അതിനെ വേവിച്ച് ചാറുണ്ടാക്കി കുത്തിയിരുന്നിട്ട് നിബിതങ്ങൾ ആ ചാറ് കുടിക്കുന്നത് ഞാൻ കണ്ടു എന്ന് സഹബാക്കൾ പറയും. നമുക്കതാണ് നിർവഹിക്കാനുള്ള ജോലി. അല്ലാഹു തആല വരാനിരിക്കുന്ന കാലഘട്ടങ്ങൾ, മാസങ്ങൾ ആ ഇബ്രാഹിമിൻ്റെ കാൽപാദങ്ങളെ പിന്തുടർന്ന് ഹബീബായ മുത്ത് സ്ഥാപിച്ചു തന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ കൃത്യമായ ജോലിക്കാരായി ഈ ഭൂമിയിൽ പണിയെടുത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ ആ ജോലിയുടെ പ്രതിഫലം നഷ്ടപ്പെടാതെ വാങ്ങാൻ എന്താണോ വേണ്ടത്, അള്ളാഹു തആല നമുക്കത് പൂർത്തിയാക്കി തരട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا واجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين، اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والغزاة والمسافرين والمجاهدين في سبيلك صادرين والدين في بدك وبحرك وجوك أجمعين يا رب العالمين. اللهم أعزنا وأعز الإسلام والمسلمين، اللهم انصرنا وانصر الإسلام والمسلمين، اللهم ألف بين قلوب المسلمين الموحدين، اللهم أصلح ذات بينهم يا رب العالمين. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين. സഹോദരന്മാരെ, ഒരു പ്രത്യേക കാര്യം അറിയിക്കുന്നു. നമ്മുടെ ആവശ്യത്തിലേക്കുള്ള, നമ്മുടെ ചെലവിൻ്റെ ആവശ്യത്തിലേക്ക് ആവശ്യമായ ഹദിയകൾ, സദക്കകൾ നല്ല സന്തോഷത്തോടുകൂടി സാധാരണയേക്കാൾ ഏറ്റവും നന്നായി ഏൽപ്പിക്കണമെന്ന് നിങ്ങൾ അറിയിക്കുന്നു. അള്ളാഹു ബർക്കത്താക്കട്ടെ, കബൂലാക്കുകയും ചെയ്യട്ടെ.